തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത് 270 കേസുകളാണ്. 296 പേരാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാറാണ് ചേരുന്നത്. അജ്മൽ, ഗുഡ് ഈവനിംഗ്. വളരെ ഊർജിതമായി തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത് 270 കേസുകളാണ് എന്ന് മനസ്സിലാക്കുന്നു. 296 പേര് അറസ്റ്റിലായിട്ടുമുണ്ടല്ലോ. എത്രത്തോളം സജീവമായി ഈ ഒരു പദ്ധതി നടക്കുന്നു? ഈ സംസ്ഥാനത്തെമ്പാടും ലഹരി മരുന്ന് വ്യാപനം ശക്തമായി തുടരുന്നുണ്ട്. അതിന്റെ പ്രചാരണം നിർബാധം മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ഇത് ജൂൺ 1 മുതൽ സംസ്ഥാനത്ത് വളരെ ഗൗരവമായി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ലഹരി മരുന്നുകളുടെയൊക്കെ വേരറക്കുക, അതിന്റെ പ്രചാരകരെ കണ്ടെത്തി തുറങ്കലടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയുടെ ഭാഗമായി ഇന്നിപ്പോൾ അവസാനമായി ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസം വരെ 270 കേസുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 296 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുമുണ്ട്. ഇവരിൽ നിന്ന് കഞ്ചാവ്, അതോടൊപ്പം തന്നെ കഞ്ചാവ്, ബീഡി, MDMA അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ വിവിധ അളവുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കഞ്ചാവ് 10 കിലോയിലധികം കഞ്ചാവ് നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 157 കഞ്ചാവ്, ബീഡി അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ തുടരുന്നുണ്ട്. വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് കഞ്ചാവ്, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്നവരെ കൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ അന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തിനുള്ളിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി കേരളത്തിലേക്ക് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നുണ്ട്. അവരെ കൂടി കണ്ടെത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി മറ്റ് സംസ്ഥാന പോലീസ് മേധാവികളുമായി ആശയവിനിമയം നടത്തുകയും അതിന്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ അതിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ കടക്കുമെന്നാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ കടന്നേക്കാം. ഏതായാലും ഇപ്പോൾ ശക്തമായി തന്നെ ഓപ്പറേഷൻ തൂഫാനും അതിന്റെ അനുബന്ധ പരിശോധനകളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.